ടീച്ചറോ ഇരിക്കും. ആ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലേ ആ മറ്റേ പെൻഷന്റെ കാര്യം. ഇല്ല ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ മറക്കുമോ, പ്രത്യേകിച്ച് ടീച്ചറിന്റെ കാര്യം ഞാനൊന്നും മറന്നിട്ടില്ല. അവിടെ ടീച്ചറെ ഞാൻ ഇന്നലെ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആധാർ, പാൻ കാർഡ്, റിക്വസ്റ്റ് ഫോം, പിന്നെ ലെറ്റർ ഞാൻ പറയാതെ തീർത്തിട്ടില്ല. അതെ ടീച്ചറെ, നമ്മൾ അക്ഷയയിലിരിക്കുമ്പോൾ അക്ഷയയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും. അപ്പോഴേ ടീച്ചർ ഒന്ന് കഴിച്ചായിരുന്നോ? അപ്പൊ അത് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ മറക്കാം? അത് മറക്കാതിരിക്കാൻ പറ്റില്ല. കഴിക്കാനുള്ളതൊക്കെ കഴിച്ചായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ ചേച്ചി ഇവിടെ ഓരോന്നും രാവിലെ പട്ടുസാരി കൊടുത്ത് വട്ട പൊട്ടും വെച്ച് വാലിട്ട് കണ്ണൊക്കെ എഴുതി ഫാഷൻ ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരുന്നത്? എന്തിനാ ആൺപിള്ളേരെ കാണിക്കാനും കൊഞ്ചു കുഴയാനുമായിട്ട്? അയ്യോ ഇത് ഞാനല്ല പറഞ്ഞത്, ഇത് ടീച്ചർ എന്നാ പറഞ്ഞത് എന്നോട്. ഞാനൊന്നും ഒരിക്കലും അറിയാതെ വാലിട്ട് കണ്ണെഴുതിയതിന് ടീച്ചർ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഫാഷൻ ഷോയ്ക്കാണ് സ്കൂളിൽ വരുന്നത്, പഠിക്കാനല്ല വരുന്നത്, പിന്നെ ആൺപിള്ളേരുടെ കൊഞ്ചു കുഴയാൻ ആൺപിള്ളേരെ കാണിക്കാനാണ് വരുന്നത്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല, ഇന്നാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായത്. പക അത് വീട്ടാനുള്ളതാണല്ലോ അല്ലേ? അല്ല ടീച്ചറാണ് കുറച്ച് നേരത്തെ അവിടെ ഇരുന്നിട്ട് ഒച്ചമക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ടീച്ചർ ഇത് ചന്തയല്ല, ഇത് അക്ഷയാണ് കേട്ടോ. ഇങ്ങനെ ചിലവിലാന്ന് സംസാരിക്കുക. നമ്മൾ അക്ഷയയിലാണ് വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരണം, അല്ലാതെ ചന്തയിലോട്ടാണെന്നുള്ള ചിന്തയിൽ കയറി വന്നിട്ട് കാര്യമില്ല. ഡൗട്ടോ? എന്ത് ഡൗട്ട്? ടീച്ചറെ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കി. അവർക്കെല്ലാവർക്കും ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നിപ്പം ചെയ്യാൻ പറ്റത്തില്ല ടീച്ചറെ. ഇനിയിപ്പം ടീച്ചർ നാളെ അത് മറക്കാതെ എടുത്തിട്ട് വന്നാൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് വേണമെങ്കിൽ നോക്കാം. ടീച്ചർ മറന്നുപോയി ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യും ടീച്ചർ, ആ കോർണറിൽ പോയിരുന്നിട്ട് 100 പ്രാവശ്യം ഞാൻ ഈ ഇത് എടുക്കാൻ മറക്കില്ല എന്ന് എഴുതി പഠിക്കും. ഇന്നല്ലെങ്കിൽ തന്നെ നോക്കാൻ പറ്റത്തില്ല, ഓൾറെഡി സെർവർ ഡൗൺ ആണ്. പിന്നെ അതുപോലെ നാളെ ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. ഇനി അടുത്ത ആഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലെന്ന് ടീച്ചറെ. ഞാനൊക്കെ എത്ര പ്രാവശ്യം ഇന്ത്യൻ മാർക്കിന് ടീച്ചറിനെ പുറകെ കയറി ഇറങ്ങി നടത്തിയിട്ടുള്ളൂ. നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ ടീച്ചറെ. ടീച്ചർ ഇറങ്ങുവാണോ? പിന്നെ ഇറങ്ങിക്കോ. പിന്നെ ടീച്ചറെ അവിടെ ഇരുന്ന് എഴുതാൻ മറക്കല്ലേ. പിന്നെ അവിടെ ഇരുന്ന് എഴുതിയിട്ട് മറന്നു പോകുന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ ശരി ടീച്ചർ.